ബാബുൽ ജംഇ ബാബുൽ ജംഇ നമ്മൾ അദദിൻ്റെ ക്ലാസ് കഴിഞ്ഞു. എണ്ണങ്ങളുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്തു നമ്മളത് കഴിഞ്ഞു. ഇനി ജംഇൻ്റെ ക്ലാസ്സാണ്. എന്താണ് ബാബുൽ ജംഇ? ജം എന്ന് പറഞ്ഞാൽ പ്ലൂറൽ എന്നർത്ഥം, ബഹുവചനം എന്ന് മലയാളത്തിൽ. ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ സംഘം എന്നർത്ഥത്തിനാണല്ലോ വരുന്നത്. ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ചേരുമ്പോഴാണ് അവിടെ ജംഅ് എന്നർത്ഥത്തിന് വരുന്നത്. വൽ ജംഉ മിൻ ഖവാസിൽ ഇസ്മി, ഇസ്മിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് ജംഅ്. അപ്പോൾ ജംഅ് ഇതിലുണ്ടാവില്ല, ഫിഇലിലും ജംഅ് ഉണ്ടാവില്ല, ഹർഫിനും ജംഅ് ഉണ്ടാവില്ല. ഇസ്മിൽ മാത്രമേ ജംഅ് ഉണ്ടാവുള്ളൂ. ഒരു സാധനം രണ്ടെണ്ണം ഉണ്ട് എന്ന് പറയുന്നത് ഇസ്മിനൊക്കെയാണ് പറയുക, ഫിഇലിനക്ക് പറയില്ല. ഫിഇലിനക്ക് ജംഇല്ല. പിന്നെ ഫിഇല് ചെയ്ത ആളുകൾ ജംആയ ആളുകൾ ചെയ്തു എന്നുള്ള പറയും, കുറേ ആളുകൾ ചെയ്തു എന്ന് പറയും. അല്ലാതെ ഫിഇലിനക്ക് എന്തില്ല, ജംഇല്ല. ജംഉൽ ഖില്ലത്തി വഹുവ ജംആനി, ജംഅ് രണ്ട് ജംആണ്. ജംഅ് എത്ര ഉണ്ട്? രണ്ട് ജംഅ്. ജംഉൽ ഖില്ല എന്ന ഖില്ലത്തിൻ്റെ ജംഅ്, വഹുവ മാദൂനൽ അശ്റ, അത് 10ൻ്റെ താഴെയാണ്. അപ്പോൾ ഒരു സാധനം പറഞ്ഞിട്ട് അതിൽ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജംഉൽ ഖില്ലത്ത് പറഞ്ഞാൽ എത്ര മെമ്പേഴ്സേ ഉണ്ടാവുള്ളൂ? 10ൽ താഴെ മെമ്പേഴ്സേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇപ്പം നിസ്കാരങ്ങൾ, ഫർള് ഖംസു സ്വലവാത്ത്, 5 വഖത്ത് നിസ്കാരങ്ങൾ ഉണ്ട്. അപ്പോൾ ഫർള് നിസ്കാരങ്ങൾ എത്ര ഉള്ളൂ? 5 ഉള്ളൂ. ഉലുൽ അസ്മുകൾ 5 ഉള്ളൂ. ഖുറാഉകൾ, പ്രസിദ്ധരായ ഖുറാഉകൾ 7 ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു 10ൽ താഴെയുള്ള കുറേ എണ്ണങ്ങൾ എന്തുണ്ട് നമ്മളടുത്തുണ്ട്. ഈമാൻ കാര്യങ്ങൾ 10ൽ താഴെയാണ്, ഇസ്ലാം കാര്യങ്ങൾ 10ൽ താഴെയാണ്. അങ്ങനെ 10ൽ താഴെയുള്ള സംഘത്തെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജംആണ് ജംഉൽ ഖില്ലത്ത്. വയുളാഫു ഇലൈഹിൽ അദദു ഫീമാ ദൂനൽ അശറത്തി, 10ൻ്റെ താഴെയുള്ളതിൽ എന്ത് ചെയ്യും? അതിലേക്ക് അദദിനെ ഇളാഫത്ത് ചെയ്യപ്പെടും. അതിപ്പോൾ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന ആ സാധനത്തെ എടുത്തിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യും? ജംഅ് ചെയ്തുകൊണ്ട് പറയും. ഇനി എൻ്റെ വസനുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ താഴെ ചർച്ച വരും. അടുത്തത് വഹുവ ജംആനി, രണ്ട് ജംആണ്. ജംഉൽ ഖില്ലത്ത്, അതായത് ജംഉൽ ഖില്ലത്തും മറ്റേ ജംഉൽ കസറത്ത്, മറ്റേതാ ജംഉൽ കസറത്തും. വഹുവ മാ ഫൗഖഹ, അതെന്തിൻ്റെ മുകളിലുള്ളതാണ്? 10ൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം തീരുമാനമായി. ജംഉൽ ഖില്ലത്ത് തീരുമാനമായി. ജംഉൽ ഖില്ലത്ത് 10ൽ താഴെയുള്ളത്. ജംഉൽ കസറത്തോ 10ൻ്റെ മേലുള്ള, 10 മുതലേ തുടങ്ങുന്നത്. അത് 1 മുതൽ എത്ര വരെ? 10ൻ്റെയും മേലെ പോകുക എന്നുള്ള അർത്ഥത്തിന്. ഫഅമ്മാ ജംഉൽ ഖില്ലത്തി ഫഹുവ 4 ഔസാൻ, ജംഉൽ ഖില്ലത്തിന് എത്ര വസനുകളുണ്ട്? എത്ര വസനുകളാണ് ഉള്ളത്? 4 വസനുകളാണുള്ളത്. ഏതൊക്കെ? അഫ്ഉല്, അഫ്ആല്, അഫ്ഇലത്ത്, ഫിഇലത്ത്. एक बार भी बताओ. ഭായ് ഓക്കെ അല്ലേ? എൻ്റെ റൂട്ട് മനസ്സിലാവണില്ലേ? ജംഉൽ ഖില്ലത്ത് ഓക്കെ. അഫ്ഉല്, അഫ്ആല്, അഫ്ഇലത്ത്, ഫിഇലത്ത്. അപ്പം ഈ വസനിൽ ഏതെങ്കിലും ഒരു സാധനത്തെ നമ്മൾ ഈ വസന ഉപയോഗിച്ചുകൊണ്ട് ജംആക്കി പറഞ്ഞാൽ ജംആവണം. ചിലപ്പോൾ ആളുകളുടെ പേരുകളൊക്കെ ചിലപ്പോൾ ഈ വസനിലൊക്കെ എന്ത് ചെയ്യും? വരും. അപ്പോൾ അതൊന്നും കൂട്ടൂല. ചിലപ്പോൾ സിംഗിളായ ആളുകൾക്ക് പേര് വരലുണ്ട് ഈ വസനിൽ. ഇപ്പോൾ അസ്ഹാൽ എന്നൊക്കെ പേര് വരലുണ്ട്. അപ്പോൾ അതല്ല വരിക, അത് പേരിൻ്റെ വസനും അല്ലത്. ഇത് ജംഇൻ്റെ വസനായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വന്നു അഫ്ഉല്, അഫ്ആല്, അഫ്ഇലത്ത്, ഫിഇലത്ത്. ഇത് വന്നു കഴിഞ്ഞാൽ ഇതിലുപയോഗിച്ച മെമ്പേഴ്സ് ബിലോ 10ൻ്റെ താഴെയായിരിക്കും. പറയാം. അമ്മ അഫ്ഉല്, ഇനി ഓരോന്നിനെങ്ങനെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? അമ്മ ഉപയോഗിക്കുക. അറബിയിലുള്ള ഒരു പ്രത്യേകത, കുറേ സാധനത്തെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്യും? അതിനെ
ജനറലായിട്ട് പറഞ്ഞു. ആദ്യം എന്ത് പറഞ്ഞു? എന്ന് ജനറലായിട്ട് പറഞ്ഞു. ജമ്മുൽ ഖില്ലത്തും ജമ്മുൽ കസറത്ത് എന്നുള്ളൊരു ജനറൽ ടോണിൽ പറഞ്ഞു. പിന്നെ ഇന്ന് ആരെ മാത്രം ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി എടുത്തു? ഖില്ലത്തിൻ്റെ ജമ്മിനെ ഡീറ്റെയിൽഡിന് വേണ്ടി എടുത്തു. എന്നിട്ട് അത് 4 ഉണ്ട് പറഞ്ഞു. പിന്നെ അതിനെ വീണ്ടും ഡീറ്റെയിൽഡായിട്ട് പറയാം. അമ്മ അഫുൽ, അപ്പോൾ അഫുൽ ഇന്നഹു ജംഉ ഫഇൽ, ഫഇലിൻ്റെ ജമ്മാണ്. എങ്ങനത്തെ ജമ്മ്? സാക്കിനിൽ ഐനി, ഐനിന് സുക്കൂനുള്ള. ഇപ്പം ഫഇല് ഉണ്ടോ, സീത സുക്കൂൻ. അപ്പോൾ ഐന് സാക്കിനായ ആ ഫൈലില്ലേ, ആ ഫൈലിൽ നഹ്വു ഫൽസ് അഫ്ലുസ്, ഫൽസ് അഫ്ലുസ്. ഫൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ദുബായിലൊക്കെ ഫിൽസ് എന്ന് പറയലില്ലേ? അവിടെ ഉണ്ടാവോ ഈ ദിർഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രൂപ എന്നുള്ള അർത്ഥത്തിൽ? അവിടെ ഹലാലുള്ള ഹലാല. ശരി, കേട്ടിക്കണം അങ്ങനെ എന്തോ ഒരു ഇതിലിങ്ങനെ കേട്ടിക്കണം. ദുബായിലൊക്കെ പിന്നെ ദിർഹമാകുമ്പോൾ രൂപൻ്റെ സ്ഥാനത്തും പൈസ എന്നുള്ളത് പിന്നെ ഫിൽസ് എന്നുള്ളതാണ് അവർ പറയൽ. അത് ഫൽസാണ് പ്രയോഗം. ഫൽസ് അഫിലുസ്. അതുകൊണ്ടോ? അപ്പോൾ ഇവിടെ അഫിലുസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? 10ൻ്റെ താഴെയുള്ള ആ ഫൽസുകൾ അവിടെ ഉദ്ദേശിക്കണുള്ളൂ. അടുത്ത അമ്മ അഫ്ആല്, അഫ്ആല് ഫഹുവ ജംഉ ഫഅല, ജംഉ ഫഅല വരും. ഫഅല ഫഇല ഫൗലൊക്കെ വരും. ഐന് ഹർക്കത്തുള്ള സാധനമാണ് വരിക. ഐന് ഹർക്കത്തുള്ള സാധനമായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫഅൽ എന്നാണ് വന്നത്. വഹുവ ജംഉ ഫഅല. ഫഅല നമ്മളെ ഫീലല്ല കേട്ടോ, ഫഅൽ മുത്തഹരിക്കിൽ ഐന് ഹർക്കത്തുള്ള, അതായത് ഐനിനൊക്കെ അവിടെ ഹർക്കത്തുണ്ടാവും. നെഹു ജബൽ ഉണ്ടോ, ജബലുൻ ഫഅലുൻ അങ്ങനെ പറയണം. അപ്പോൾ ജബലിൻ്റെ ജമ്മ എന്താ? അജ്ബാൽ ഫിൽ അഷ്ഹുർ. അത് പിന്നെ മഷ്ഹൂറായ അഭിപ്രായം, പല അഭിപ്രായങ്ങളും അതിലുണ്ട്. അതിലേറ്റവും പ്രബലമായ ഫിൽ അഷ്ഹരി എന്ന് വായിക്കപ്പോൾ, ഫിൽ അഷ്ഹരി ഏറ്റവും മഷ്ഹൂറായ അഭിപ്രായ പ്രകാരം ജബലിൻ്റെ ജമ്മ് അജ്ബാലാണ്. നമ്മൾ ജിബാൽ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ? ജിബാൽ, ഹദീസിലൊക്കെ നമ്മൾ ജിബാലുണ്ട്, മലക്കുൽ ജിബാൽ എന്നൊക്കെ നമുക്കൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ, ത്വായിഫിൻ്റെ സംഭവത്തിന് ശേഷം മലക്കുൽ ജിബാലാണ് വന്നത്. ഓക്കെ. അപ്പോൾ അജ്ബാൽ, നഹു ജബൽ അജ്ബാൽ ഫിൽ അഷ്ഹരി. വഖദ് ജാഅ അഫ്ആൽ, എന്ത് വന്നിട്ടുണ്ട്? അഫ്ആൽ വന്നിട്ടുണ്ട്. ഫി ജംഇ, വഖദ് ജാഅ അഫ്ആൽ വന്നിട്ടുണ്ട്. ഫി ജംഇ പിന്നെ ഫുഅൽ വഫിഅൽ മൽമൂമിൽ ഫാഇ വ മക്സൂരിഹ സാക്കിനിൽ ഐനി. അപ്പോൾ അങ്ങനെ വായിക്കണം. ഐന് സുക്കൂനുള്ളതായ നിലക്ക് ഫാഇനിക്ക് കസുറും, അതാണ് മക്സൂരിഹ. പിന്നെ വ മൽമൂമിൽ ഫാഇ, ഫാഇനിക്ക് ദമ്മും കൊടുത്തിട്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ വായിക്കണം? ഫുഇല് ഫിഇല്. എന്താണ്? ഫുഇല് ഫിഇല്. അപ്പം അതിൻ്റെ ജമ്മായിട്ട് മഫാൽ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അഷ്ഹറായ അഭിപ്രായം ഏതായിരുന്നു? ഫഅലുൻ എന്നതിൻ്റെ ജമ്മാണ് അഫ്ആൽ. ഇതുപോലെ ജബലുൻ അജ്ബാല്, ജബലുൻ അജ്ബാല് അങ്ങനെയാണ് വരല്. ഇവിടെ ഇപ്പം എന്ത് വന്നു? ഫുഇല് ഫിഇല് എന്ന് വന്നു. മൽമൂമിൽ അഫാഇ വ മക്സൂരിഹ സാക്കിനൈനി വ അബ്റാദ് വ ജിദ് വ അജ്ദാ. അപ്പോൾ ബുർദിൻ്റെ ജമ്മ അബ്റാദ്, ജിദിൻ്റെ ജമ്മ അജിദ ഉണ്ടോ, അങ്ങനെയൊക്കെ വരിക. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പിന്നെ പ്ലൂറൽ എടുക്കുന്ന രൂപങ്ങളാണ്. അതോടുകൂടെ തന്നെ ഇവകൾ ബിലോ 10ൻ്റെ താഴെ മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ, അപ്പോൾ അജ്ബാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പർവ്വതങ്ങൾ. എത്ര പർവ്വതങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ? 10ൽ താഴെ പർവ്വതങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ. ബുർദ്, അബ്റാദ്, വജിദ്, അജ്ദാ. നമ്മൾ രണ്ടെണ്ണത്തെ ഇപ്പോൾ പറഞ്ഞു. നമ്മൾ ഏതൊക്കെ? അഫ്ഉലിനെയും പറഞ്ഞു, അഫ്ആലിനെയും പറഞ്ഞു. നോക്കല്ലേ, 4 ജംഉൽ ഖില്ലത്തിൻ്റെ വസനുകളിൽ നിന്ന്. ജംഉൽ ഖില്ലത്ത് എന്ന് പറഞ്ഞാൽ
10ൻ്റെ താഴെ അംഗങ്ങളുള്ള ബഹുവചന സംഖ്യ. ആ ബഹുവചന സംഖ്യയിൽ നിന്ന് 4 നിന്ന് 2 നമ്മൾ അനലൈസ് ചെയ്തു. അഫ്ഉലിനെയും അനലൈസ് ചെയ്തു, അഫ്ആലിനെയും അനലൈസ് ചെയ്തു. അഫ്ഉല് പിന്നെ ഫഇലിൻ്റെ ജമ്മാണ് അഫ്ഉല്, ഫഅലുൻ എന്നതിൻ്റെ ജമ്മാണ് അഫ്ആല് പറഞ്ഞു. അതോടുകൂടി തന്നെ അഫ്ആലിനെ വേറെയും 2-3 വസനുകൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി അമ്മ അഫ്ഇലത്ത് വഫീലത്ത് അല്ലേ, ഈ 2 അഫ്ഉല് അഫ്ആലിലെ 1 2 3 4 1 2 നമ്മൾ കഴിഞ്ഞു. ഇനി 3 4 വമ അഫ്ഇലത്തും വഫീലത്തും അഫ്ഇലത്തും ഫീലത്തും ഫഇന്നമാ തകൂനാനി അത് രണ്ടുമാകുന്നത് ഫി ജംഇ മാ സാദ അലാ 3 അഹ്റുഫിൻ 3 അക്ഷരത്തെക്കാൾ അധികരിച്ചതിൻ്റെ ജംഇലാണ് അവകൾ വരിക. ഫഇന്നമാ തകൂനാനി ഫി ജംഇ മാ സാദ അലാ 3 അഹ്റുഫിൻ 3 അക്ഷരത്തെക്കാൾ അധികരിച്ചതിൻ്റെ മേലാണ് അവകൾ വരിക. 3 അക്ഷരത്തെക്കാൾ അധികരിച്ചതിൻ്റെ മേലാണ് അവകൾ വരിക. വൽ ഹർഫു സാലിസു മിൻഹു ഹർഫുൽ ഇല്ലത്തി 3 അക്ഷരത്തെക്കാൾ അധികരിച്ചതുമാവണം. അതോടുകൂടെ വിത്ത് 1 കണ്ടീഷൻ. എന്താ 1 കണ്ടീഷൻ? അതിലെ 3ാമത്തെ ഹർഫ് ആരുമാവണം? ഹർഫുൽ ഇല്ലയാവണം. ഹർഫുൽ ഇല്ലത്ത് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന, മധ്യക്ഷരങ്ങളായി ഉപയോഗിക്കുന്ന കനം കുറഞ്ഞതായ രോഗബാധിതരായ അലിഫ്, വാവ്, യാ, ഐവ ഇവകളായിരിക്കണം 3ാമത്തത്. കണ്ടോ, അമൂദ് 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 പറഞ്ഞാൽ നമ്മൾ തൂണ് എന്നൊക്കെ പറയുന്നത് ഇമാദ് അമൂദൊക്കെ പറയും. അഅ്മിദത്ത് ഉണ്ടോ, അമൂദിൻ്റെ ജമ്മ എന്താ വന്നത്? അഅ്മിദത്ത്. അമൂദിൽ എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരമുണ്ട്. 3ാമത്തെ അക്ഷരം എന്താണ്? ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഫഊൽ അഫ്ഇലത്ത്. അപ്പോൾ അമൂദ് അഅ്മിദത്ത്. അടുത്തത് ഗുറാബ് അഗ്രിബത്ത്. ഗുറാബ് പറഞ്ഞാൽ കാക്ക. എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരമുണ്ട്. 3ാമത്തത് ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. ഗുറാബ് അതിൻ്റെ ജമ്മ് അഗ്രിബത്ത്. അടുത്ത സ്വബിയ്. സ്വബിയ് പിന്നെ സ്വബിയത്ത് അല്ലേ, സ്വബിയ് കുട്ടി, സ്വബിയ് ലബിയ് ലിബിയത്ത്, സ്വിബിയത്ത്. സ്വബിയ് കുട്ടി, അതിൻ്റെ എന്ത് വന്നപ്പോൾ ഫിഇലത്ത് വസന് സ്വിബിയത്ത്. ലബിയ് ലിബിയത്ത്, ലബിയ് മാൻപേട, ലിബിയത്ത് മാൻപേടകൾ. ഓക്കെ, കണ്ടോ. അപ്പോൾ അഫ്ഇലത്തും വന്നു, ഫീലത്തും വന്നു. ജമ്മുൽ കില്ലത്തിൻ്റെ 4 സാധനങ്ങൾ ഇവിടെ പറയുകയും അവകളൊക്കെ 10ൻ്റെ താഴെയുള്ള മെമ്പേഴ്സിനെ ഉൾക്കൊള്ളുമ്പോഴാണ് അങ്ങനെ പറയാൻ പറഞ്ഞു. അടുത്തത് അമ്മ ജമ്മുൽ കസറത്തി. ജമ്മുൽ കസറത്തിനോ ഫലഹു ഔസാനു. മാഷാ അല്ലാഹ്, അതിനെന്തുണ്ട്? വസനുകളുണ്ട്, ധാരാളം വസനുകളുണ്ട്. വലാ യഹ്തമിലു ദിക്റുഹാ ഫീ മിസ്ലി ഹാദൽ മുഖ്തസർ. ഇതുപോലത്തെ ചെറിയ സംക്ഷിപ്ത ഗ്രന്ഥങ്ങളിൽ അതിനെ പറയുക എന്നുള്ളത് സഹനീയമല്ല. അപ്പോൾ ജമ്മുൽ കസറത്ത് പറഞ്ഞാൽ എന്താ തീരൂല. അറബി ഭാഷയുടെ ഒരു വിശാലമായൊരു തലമാണ് ഈ ജംഅ് എന്നുള്ള പഠനം. ഒരു സംക്ഷിപ്ത ഗ്രന്ഥത്തിൽ ഒതുങ്ങാത്ത വിധം ജമ്മുൽ കസറത്ത് എന്താണ് വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭാഷാപ്രേമികൾക്ക്, ഭാഷയെ അനായാസം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക്, ശ്രോതാവിൻ്റെ താല്പര്യത്തിനൊത്തുകൊണ്ട് അതിൻ്റെ പറയുന്നവൻ്റെ ആശയ വിപുലീകരണത്തിനൊത്തുകൊണ്ട് പദവിന്യാസം നടത്താൻ സമൃദ്ധമായൊരു ഭാഷയാണ് പരിശുദ്ധമായ അറബി ഭാഷ എന്നുള്ളത്. ആശയ സംവേദനത്തിൽ കവിയോ ഗ്രന്ഥകാരനോ ഉപന്യാസം നടത്തുന്ന ആളോ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഭാഷയെ കൊണ്ടുപോകാൻ പര്യാപ്തമായ സമൃദ്ധമായ പദസമ്പത്തുള്ള ഒരു ഭാഷയാണ് പരിശുദ്ധമായ അറബി ഭാഷ. അപ്പോൾ കവിതകൾ രചിക്കാൻ, വർണ്ണനകൾ ചെയ്തു തീർക്കാൻ, വിശദീകരിച്ചതിനെ വീണ്ടും വിശദീകരിക്കാൻ, പ്രത്യേകിച്ച് ഹബീബായ തങ്ങളുടെ മദ്ഹുകളൊക്കെ പറയാൻ ഉദ്ദേശിച്ചാൽ എഴുതിയാൽ തീരാത്ത വർണ്ണനകൾക്ക് അതീതമായ അവിടുത്തെ അപദാനങ്ങളെ വാഴ്ത്തിപ്പറയാൻ കവികൾ അവരുടെ തൂലികകളെ ചലിപ്പിക്കുന്ന സമയത്ത്
ബംബ്ലിങ് ഫോർ ദ വേർഡിന് വേണ്ടി പരതേണ്ടതില്ല. അവർക്ക് മുന്നിൽ വിശാലമായ വസനുകൾ, അറബി ഭാഷ, പരിശുദ്ധ ഖുർആൻ്റെ ഭാഷ, ഇസ്ലാമിൻ്റെ ഔദ്യോഗികമായ ഭാഷ, സുന്ദരമായ ഭാഷ അവർക്ക് തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ കലാമിനെ അറബിയിൽ ഖുർആനിലൂടെ നമുക്ക് അല്ലാഹു തആല കേൾപ്പിച്ചു തന്നത്. അതതിനുള്ള കാരണമുണ്ട്. തിരുനബിയെ അറബി വംശജനായ അല്ലാഹു തആല ജനിപ്പിക്കുകയും അറബി സംസാരിച്ചുകൊണ്ട് അവിടുത്തെ ഹദീസുകൾക്കൊക്കെ ആഴവും പരപ്പും ഉണ്ടായതും അവിടുത്തെ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഔദ്യോഗികമായ രചനകൾ നടന്നതൊക്കെ അറബി ഭാഷയിൽ എന്തുകൊണ്ടായി? അതിനത്രക്കും കാമ്പും കഴമ്പും കരുത്തും ഈ പരിശുദ്ധമായ ഭാഷക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അറബി ഭാഷ ഇത്രമേൽ ഉന്നതി നേടാനുള്ള കാരണവും. അത് ഉന്നതി നേടുകയും അതോടുകൂടി തന്നെ അത് പ്രവൃത്തിപഥത്തിൽ വരികയും അതിൻ്റെ ഗുണങ്ങൾ മാലോകർ അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ഏതോ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ ഏതെങ്കിലും സംസ്കാരങ്ങളെക്കുറിച്ച് കൊണ്ടോ നാഗരികതയെക്കുറിച്ചല്ലോ നമ്മൾ പറയുന്നത്. ഇന്നിപ്പോൾ പോലും നമ്മുടെ മുന്നിലിരിക്കുന്ന തുറന്നു പിടിച്ച ഈ ഗ്രന്ഥത്തിൻ്റെ പദവിന്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. അല്ലാഹു ജല്ല ജലാലുഹു ഈ ഭാഷയെ സ്നേഹിക്കാൻ, ഒരുപാട് അറിയാൻ, പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വജമ്മുൽ ഖില്ലത്തി യുദക്കറു വയുഅന്നസു. ജമ്മുൽ ഖില്ലത്തിനെ മുദക്കറുമായിട്ടെടുക്കും, മുഅന്നസുമായിട്ടെടുക്കും. ഖാല തആല അല്ലാഹു തആല പറഞ്ഞു, വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ. വഇന്ന ലക്കും തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫിൽ അൻആമി അൻആമിലുണ്ട്. അൻആം പറഞ്ഞാൽ നമ്മളെ കന്നുകാലികളുണ്ട്. അതിൽ ലഇബ്റത്തൻ അതിലൊരു പാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനിഹി അതിൻ്റെ വയറുകളിൽ ഉള്ളതിൽ നിന്ന് എന്താവുന്നു ഞാൻ നിങ്ങൾക്ക് കുടിപ്പിക്കുന്നു. അല്ലെ, ആടുമാടുകളുടെ ബത്തിനിലുള്ള പാലാണല്ലോ നാം കുടിക്കുന്നത്. പാല് വളരെ ഉത്തമമായ ഫുഡാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നില്ലേ? പാലിനെ കുറിച്ച് ഒരു വരി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ പറയും, അല്ലാഹുമ്മ സിദ്നി ഖൈറൻ മിൻഹു, ഇതിനേക്കാളും ഖൈറായത് എനിക്ക് അധികരിപ്പിച്ച് തരണേ എന്ന് പറയും. എന്നാൽ പാല് കുടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പറയും, അല്ലാഹുമ്മ ബാരിക് ലി ഫീഹി, ഇതിലെനിക്ക് ബർക്കത്ത് അറിയും. അപ്പോൾ പാലിൻ്റെ അപ്പുറം ഉത്തമമായൊരു ഭക്ഷണം ഇല്ല. പാലൊരു സമീകൃത ആഹാരമാണ്. സമീകൃത ആഹാരം പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായതെല്ലാം പാലിലുണ്ട്. വൈറ്റമിൻസ്, മിനറൽസ്, പിന്നെ സ്റ്റാർച്ച്, പ്രോട്ടീൻ, കൊഴുപ്പുകൾ എല്ലാം കൃത്യമായ അളവിൽ എന്തിലുണ്ട്? പാലിലുണ്ട്. വെള്ളം മാത്രം കുടിച്ചാൽ ഒരാൾ വിസർജിച്ചു വെള്ളം ഉണ്ടാവില്ല. പക്ഷെ പാല് മാത്രം കുടിച്ചു കഴിഞ്ഞാൽ വിസർജിക്കും. അതിൽ പാല് മാത്രം കുടിക്കുന്ന കുട്ടികൾ മൂത്രമൊഴിക്കണമുണ്ട്, വിസർജിക്കണമുണ്ട്. അപ്പോൾ ആ പാലിൽ നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാണ്? വലിച്ചെടുത്തിട്ട് അതിനെ വിസർജ്യവും മലവുമാക്കി മാറ്റുകയാണ്. പാല് സമൃദ്ധമായ ഒരാഹാരമാണ്. ഒരു പ്രശസ്തനായൊരു ഡോക്ടർ, അദ്ദേഹം ഫൈവ് വൈറ്റ് പോയ്സനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ആളാണ്. 5 വിഷങ്ങൾ എന്ന്. വൈറ്റ് റൈസ്, പിന്നെ മുട്ട, പാല്, ഉപ്പ്, പഞ്ചസാര. ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവാം. അങ്ങനെ അദ്ദേഹം ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി മുണ്ടമ്പറിൻ്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് അപ്പോൾ പാലിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ അവർ ഡിസ്കഷൻ നടത്തി. അങ്ങനെ ഇദ്ദേഹം കുട്ടികൾ ക്ലാസ് എടുത്തപ്പോൾ എന്ത് ചെയ്തു? പാലിനെ ഒരു പോയിസനായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇത് തങ്ങൾ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞു.
നിബിധങ്ങൾ ഇഷ്ടം പോലെ പാല് കുടിച്ചിട്ടുണ്ടല്ലോ. നമുക്കറിയാം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് മഹാനവറുകൾ വിശന്നിരിക്കുന്ന സമയത്ത് നബിതങ്ങളുടെ കാലിലോട്ടിൽ ഇങ്ങനെ കടന്ന് നബിതങ്ങൾ എന്ത് ചെയ്തു, നബാ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി നബിതങ്ങൾക്ക് ഒരു മൊന്ത പാല് കിട്ടി. അതിൽ സുഫക്കാർക്കൊക്കെ കൊടുത്തു അല്ലേ, അതിൽ സുഫക്കാർക്കൊക്കെ കൊടുത്തു. എന്നിട്ട് ഓലൊക്കെ കുടിച്ചതിന് ശേഷം അബൂ ഹുറൈറ കുടിക്കാൻ പറഞ്ഞു. ഒരു കുടിച്ച് ഇനി കുടിച്ചു കഴിഞ്ഞാൽ ഇനി പള്ള പൊട്ടുന്നില്ല. കൊടുത്തെത്തിയ സമയത്ത് നബിയെ ഇനി മതി എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾക്ക് കൊടുത്തപ്പോൾ നബി തങ്ങൾ അത് കുടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ പാലായിരുന്നു. നബി തങ്ങൾ ഒത്ത ശരീര പ്രകൃതമുള്ള ആളും എല്ലാം തികഞ്ഞ ബോഡിയുള്ള നബി തങ്ങൾക്ക് അവിടുന്ന് കൊണ്ട് എന്ത് ചെയ്തു, പാല് കുടിച്ചിട്ടുണ്ട്. പാല് കുടിപ്പിക്കുന്ന ചരിത്രങ്ങൾ പല സ്ഥലത്തും നമ്മളിങ്ങനെ പറഞ്ഞിട്ട്. ഇസ്ലാമിൽ പാല് കുടിപ്പിക്കുന്നതിന് പ്രത്യേകത ഉണ്ടല്ലോ അല്ലേ. പാറയിൽ കുടുങ്ങിയ മൂന്നാളിൽപ്പെട്ട മൂന്നാമൻ തൻ്റെ നന്മ വെച്ച് ദുആ ചെയ്ത സമയത്ത് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഉപ്പാക്കും ഉമ്മാക്കും കറന്നെടുത്ത പാൽ അവരെ കുടിപ്പിച്ചതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ മറ്റുള്ള അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കുടുംബങ്ങൾക്കും കൊടുത്തിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനൊരു പ്ലസ്സായ ഒരു സംഗതിയായിട്ട് തന്നെ എന്ത് ചെയ്യണം, അല്ല ഒരു പോയിസൺ അല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ വിഷം കുടിച്ചു എന്ന് പറയണ്ടേ. അബൂറുല്ലാവിനൊക്കെ വിഷം കൊടുത്ത്, അബൂറുല്ലാവിനും അഹ്ലു സുഫക്കാർക്കൊക്കെ വിഷം കൊടുത്ത് അറിയണ്ടേ. അപ്പം അതെന്തുകൊണ്ടാണ് വിഷമാവുന്നത്? നമ്മുടെ മറ്റു ജീവിത രീതികളിൽ കടന്നു വരുന്ന ഭക്ഷണങ്ങളും ഒക്കെ കൂടെ കൂടുന്ന സമയത്ത് ബോഡിക്ക് അൺവാണ്ടഡ് ചോയ്സ് ആയിട്ട് മാറുകയാണ് പാല് എന്നുള്ളത്. പാലും പാലുൽപ്പന്നങ്ങളൊക്കെ അമിതമാകുന്ന സമയത്ത് പാലിലുണ്ടാവേണ്ട ഘടകങ്ങൾ വേറെ രീതിയിൽ നമ്മുടെ ബോഡിയിലേക്ക് ഓവറായിട്ട് ഇൻജെക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് പാല് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, വില്ലവേഷം കൈകാര്യം ചെയ്ത് പോവുകയാണ്. അതായത് ബേസിക് മിൽക്ക് ഈസ് നോട്ട് എ പോയിസൺ. മിൽക്ക് എന്തല്ല ഒരു പോയിസൺ അല്ല, മറിച്ച് അത് ഒരു ജീവൻ നിലനിർത്തുന്ന സാധനമാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റതൻ നുസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനിഹി. അതിൻ്റെ വയറുകളിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കുടിപ്പിക്കുന്നു എന്ന് റബ്ബ് പറഞ്ഞു. അല്ലാഹു തആല അവൻ നമുക്ക് സംവിധാനിച്ച് വെച്ചിട്ടുള്ള മഹത്തായ പാല് അത് ധാരാളം സന്തോഷത്തോടെ പടച്ചോൻ തന്നതിനെ കുടിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പാലിനെ ചായയായിട്ടോ ബ്രൂ കോഫി ആയിട്ടോ പായസമായിട്ടോ എന്തായിട്ടും എന്ത് ചെയ്താൽ മതി, അത് കുടിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് പടച്ചോൻ തന്നതല്ലേ. അപ്പം നമ്മളെ വിഷയം എന്താ ഇവിടെ? മിമ്മാ ഫീ ബുത്തൂനിഹി എന്നാണ് പറഞ്ഞത്. ബുത്തൂനിഹി മുദക്കറായിട്ട് ഉപയോഗിച്ചു, പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന പദം ഉപയോഗിച്ചു. ആരെ? അൻആമിനെ. മിമ്മാ ഫീ ബുത്തൂനിഹി എന്നാണ് ഇവിടെ പറഞ്ഞത്. വഖാല അയ്ലൻ ഫി ആയത്തിൻ ഉഖറ, വേറെ ആയത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞിട്ടുണ്ട് മിമ്മാ ഫി ബുത്തൂനിഹാ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മിമ്മാ ഫി ബുത്തൂനിഹാ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫദുക്കിറ വ ഉന്നിസ, അപ്പോൾ ഒരു സ്ഥലത്ത് അല്ലാഹു തആല എന്ത് ചെയ്തു, മുദക്കറാക്കിയിട്ട് ഉപയോഗിച്ചു. അതാണ് മിമ്മാ ഫി ബുത്തൂനിഹി പറഞ്ഞത്, ബുത്തൂനിഹി. വേറെ സ്ഥലത്ത് ബുത്തൂനിഹാ പറഞ്ഞു. അപ്പോൾ എന്തായിട്ട് ഉപയോഗിച്ചു? മുഅന്നസായിട്ട് ഉപയോഗിച്ചു. ഏതിനെ? അൻആം എന്നുള്ളതിന്. അപ്പോൾ അൻആം ഇപ്പോൾ ഏതാണ്? ജമ്മുൽ ഖില്ലത്താണ്. ഏതാ വസ്ന്? അഫ്ആൽ വസ്നാണ്. അപ്പോൾ ജമ്മുൽ ഖില്ലത്തിനെ മുദക്കറായിട്ടും ഉപയോഗിക്കാം മുഅന്നസായിട്ടും ഉപയോഗിക്കാം എന്നുള്ളതിന് അൾട്ടിമേറ്റ് എവിഡൻസ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിൽ അൻആം അഫ്ആൽ എന്നുള്ളതിനെ എന്തായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്? മുഅന്നസ് മുദക്കറുമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതാണ് ശരി. വജമ്മുൽ കസറത്ത് ലം യുദക്കർ, ജമ്മുൽ കസറത്തിന് മുദക്കറാക്കിയിട്ടില്ല. ബൽ യുഅന്നസു, അതിനെ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. വല്ലാഹു അഅലമു, അള്ളാഹു ആണ് അഅലം. നമ്മൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ മേലെ അള്ളാഹുവിൻ്റെ ഇൽമാണ് അഅലയായിട്ടുള്ള ഇൽമ്. അള്ളാഹു തആല ഹഖ് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓക്കേ.